സർ, ബഹുമാന്യനായിട്ടുള്ള ശ്രീ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച നന്ദിപ്രമേയത്തെ ഞാൻ പൂർണ്ണമായും പിന്താങ്ങുന്നു. അതോടൊപ്പം തന്നെ ഈ സഭയോടും മലയാളി സമൂഹത്തോടും അവഗണനയും അവഹേളനവും നടത്തിയ സംസ്ഥാന ഗവർണറോടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. സാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായിട്ടുള്ള ഗവർണർ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എല്ലാ സീമകളും ലംഘിച്ച് പോകുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. സാർ, അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയുണ്ടെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്വയം തയ്യാറായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലോ രാജ്യത്തിൻ്റെ ചരിത്രത്തിലോ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ പ്രതിഷേധമുണ്ടാകും. അത്തരം പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് ഇറങ്ങി നടന്ന് പ്രതിഷേധക്കാരുടെ മേലിലേക്ക് ചാടിക്കയറുന്നതായിട്ടുള്ള ഒരവസ്ഥാവിശേഷം ഗവർണർ തന്നെ സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുന്നു, താൻ നിർദ്ദേശിക്കുന്ന വകുപ്പിടണമെന്ന് ശക്തിയായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു, വകുപ്പിട്ടില്ലെങ്കിൽ എണീറ്റ് പോവില്ല എന്ന് പറയുന്നു, കേസെടുപ്പിക്കുന്നു. സാർ, എന്തൊക്കെയാണ് സാർ അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സാർ, കാലിക്കറ്റ് ക്യാമ്പസിൽ പോയി ചെയ്ത കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞ് അദ്ദേഹം സമീപ ദിവസങ്ങളിൽ നടത്തിയ നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന തകർച്ചയുണ്ടെന്ന് വരുത്തി തീർക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ച് അതാണ്. ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ഒരു ഹൽവ കടയുടെ മുന്നിൽ ചെന്ന് ഹൽവ ചോദിച്ചെന്നാണ് പറയുന്നത്. ഹൽവ മുറിച്ചു കൊടുത്തപ്പോൾ ഗവർണർ എന്ത് നിലയാണ് സ്വീകരിച്ചത് സാർ? അദ്ദേഹം വാപിടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എൻ്റെ വായിലോട്ട് ആ ഹൽവയും കൊണ്ട് തിരികെത്താ എന്ന് പറഞ്ഞിട്ട്. സാർ, ഏത് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിൻ്റെ ഗവർണർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ ഒരു സൂചകം നമുക്ക് നൽകാനുണ്ടോ സാർ? ഇപ്പോൾ പറയുകയാണ് തനിക്ക് വലിയ ഭീഷണിയാണ്, അതുകൊണ്ട് കേന്ദ്രസേന വേണം, കേന്ദ്രസേന ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ഈ ഭീഷണിയെ നേരിടാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. സാർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ നീക്കം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരു കടയുടെ തിണ്ണയിൽ കയറി ഇരുന്നിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുകയാണ്. സബ്സേ ബാത് കരൂ, അദ്ദേഹത്തിൻ്റെ കരച്ചിലായിരുന്നു അത്. സാർ, അദ്ദേഹത്തിൻ്റെ ആ കരച്ചിൽ കേട്ടപ്പോൾ ആഷിഖ് അബുവിൻ്റെ ഭീമൻ്റെ വഴി എന്നുള്ള സിനിമയാണ് സാർ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കരച്ചിലിനോടൊപ്പം തന്നെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. സാർ, നാട്ടുകാരുടെ ആ സിനിമയിലെ ആ ഭാഗം അതാണ്. നാട്ടുകാരുടെ ദീർഘകാല ആവശ്യമായിട്ടുള്ള റോഡ് വികസനം മുടക്കാൻ ശ്രമിക്കുന്ന കൊസ്തപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവസാനം നാട്ടുകാർ കൊസ്തപ്പിൻ്റെ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഞ്ഞിക്കിടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ കൊസ്തപ്പ് പറയുകയാണ്, എൻ്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊസ്തപ്പ് ഈ പഞ്ഞിക്കിടുന്ന ആളുകളോട് സംസാരിക്കണം. എൻ്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ. ഡാഡിയെ പറ്റിയുള്ള സ്ഥിതി പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് തളർവാദം പിടിച്ച് കിടക്കുകയാണ് ഡാഡി. ആ ഡാഡി അറിഞ്ഞാൽ എന്തോ സംഭവിക്കും എന്നുള്ള മട്ടിലുള്ള കൊസ്തപ്പിൻ്റെ പ്രകടനമാണ് സാർ നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തടയാനും ക്രമസമാധാന പാലനം ഭംഗിയായിട്ട് നടത്താൻ സമ്മതിക്കാതിരിക്കാനും 2 കൊസ്തപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ടായി എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല തോതിൽ പ്രചരിക്കുന്നത്. സാർ, കേരളത്തിൻ്റെ ആദ്യത്തെ കൊസ്തപ്പ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ അന്വേഷിച്ചു സാർ. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെയാണെന്ന് നമ്മുടെ യുവാക്കളൊക്കെ പറയുന്നുണ്ട്. സാർ, ഏത് വികസന പ്രവർത്തനം നടന്നാലും ആ സിനിമയിലെ കൊസ്തപ്പ് പറയുന്ന പോലെയാണ്, ഏത് വികസന പ്രവർത്തനം നടന്നാലും അതൊന്നും ഞാനിവിടെ സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സാർ, ഒരു വികസന പ്രവർത്തനവും നടത്താനായിട്ട് താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും നേരെ അദ്ദേഹം ചാടി വീഴുകയാണ്. സാർ, 1-2 പദ്ധതികളല്ല അദ്ദേഹം മുടക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2.5 വർഷക്കാലത്തുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും മുടക്കുന്നതിനു വേണ്ടി രംഗത്ത് നിൽക്കുന്ന ഒരാളായിട്ട് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാറുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുകയാണ്. സാർ, അത് നമ്മുടെ നിയമസഭ മാത്രമല്ല സാർ, കേരളത്തിലെ ഈ 3.5 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇൻ്റർനെറ്റിൻ്റെ കാര്യം നമുക്കറിയാലോ സാർ. പാവപ്പെട്ടവർക്ക്
പാവപ്പെട്ട ഇൻ്റർനെറ്റ് മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ച സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യമായും അതുപോലെ കുറഞ്ഞ ചെലവിലും ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായിട്ട് നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അദ്ദേഹം നടത്തി. സാർ നിയമസഭയിൽ പച്ച കള്ളം പറയുന്നത് പോലെയാണ് കോടതിയിലും നുണക്കഥകളുമായിട്ട് അദ്ദേഹം പോയത്. സാർ ലോകായുക്തയ്ക്ക് നേരെ അദ്ദേഹം ആഞ്ഞടിച്ചു. കോടതി എന്താ ചെയ്തത്? തിരിച്ചൊരൊറ്റ അടിയാണ് കൊടുത്തത്. നല്ലൊരു അടിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സാർ ഇമാതിരി പബ്ലിസിറ്റി സ്റ്റണ്ടുമായിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് ബഹുമാനപ്പെട്ട കോടതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്ന അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് അത്തരമൊരു അവസ്ഥ സൃഷ്ടിക്കാൻ അങ്ങ് ശ്രമിക്കണമായിരുന്നു എന്നുള്ള ചോദ്യമാണ് സാർ എനിക്കുള്ളത്. സാർ നിങ്ങൾ മുടക്കം വെച്ച വേറൊരു പദ്ധതിയാണ് ആ കേരയിൽ പദ്ധതി. സാർ നമ്മുടെ സിൽവർ ലൈൻ പദ്ധതി. കേരളത്തിൽ ആർക്കാണ് ഇത്ര ധൃതി എന്നായിരുന്നു നിങ്ങൾ ചോദിച്ചത്. സാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പാവങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആരും ചെന്ന് പെട്ടുപോകരുതെന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്. അവർ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിന് സംശയമില്ല സാർ. ഇപ്പോൾ സെക്കൻഡ് ക്ലാസ് കോച്ചിൽ പോലും സൂചി കുത്താൻ സ്ഥലമില്ലാത്ത തരത്തിൽ നരകയാതന അനുഭവിക്കുന്ന യാത്രക്കാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വന്ദേ ഭാരത് വന്നാൽ ഇവിടെ സ്വർഗമാകുമെന്ന് പറഞ്ഞിട്ട് ജനശതാബ്ദി ഉൾപ്പെടെയുള്ള മറ്റു ട്രെയിനുകൾ നരകമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട് സാർ. വന്ദേ ഭാരത് വന്നു, 140% വരെയാണ് സാർ ഓക്കുപൻസി റേറ്റ് എന്ന് പറയുന്നത്. അത്രയേറെ ജനങ്ങൾ ദീർഘദൂര സർവീസ്, അതിവേഗ സർവീസ് ആഗ്രഹിക്കുന്നുണ്ട് ട്രെയിനിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സാർ ഇത്. സാർ നിങ്ങൾ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നപ്പോൾ നിങ്ങൾ കരുതിയത് നിങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ ധനകാര്യമന്ത്രിയാകാമെന്നെല്ലാം ആ കാലത്ത് പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്, ചാനലുകളിലെല്ലാം വന്ന കാര്യമാണ്. സാർ അങ്ങയെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലായിരിക്കും അങ്ങ് പ്രവർത്തിക്കുക എന്നാണ് സാർ ഞങ്ങൾ കരുതിയത്. പക്ഷേ നട്ടാൽ കുരുക്കാത്ത നുണ ആധികാരികമായി പറയാനുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ധൈര്യം സമ്മതിച്ചേ മതിയാകൂ സാർ. കഴിഞ്ഞ ദിവസം പോലും ലൈഫ് പദ്ധതിയെക്കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ മന്ത്രി കയ്യോടെ പൊക്കിയത് നമ്മളെല്ലാം കണ്ടതാണ്. സാർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു സാർ. സത്യത്തിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ വ്യാജമായിട്ടൊക്കെ നിർമ്മിക്കും, അത്തരത്തിൽ വ്യാജമായിട്ട് നിർമ്മിച്ചതാണോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കെതിരെ സംസാരിക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യമാണ് സാർ. അങ്ങ് അത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അങ്ങ് അത് പറഞ്ഞില്ല എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് അതിയായിട്ടുള്ള താല്പര്യമുണ്ട്. അങ്ങ് പറഞ്ഞെങ്കിൽ അങ്ങേക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ദീർഘകാലത്തെ വയനാടുകാരുടെയും കോഴിക്കോടുകാരുടെയും മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കുക എന്ന് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ തുരങ്കപാത നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനത്തെ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് നാടാകെ അത് കേൾക്കുന്നത്. അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഗതാഗതക്കുരുക്കെല്ലാം നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ആ പാത നിർമ്മിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഇങ്ങനെ കൈചൂണ്ടി പറയുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ വികസന വിരോധിയായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിലേക്ക് നല്ല ഖേദമുണ്ട്. അങ്ങനെ പറയേണ്ടി വന്നത് വിഷമമുണ്ടെന്നുള്ള കാര്യം ഞാൻ അങ്ങേ പറയുന്നത്. അങ്ങ് പറഞ്ഞില്ലെങ്കിൽ അത് പറയണം, എനിക്ക് സന്തോഷമാണ്. അങ്ങേപ്പോലുള്ള ഒരാൾ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. അങ്ങേപ്പോലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ വയനാടുകാരുടെ ദീർഘകാല ആവശ്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാനും അത് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ ഭർഷിക്കാനും വേണ്ടി സാധിക്കുന്നത്? എനിക്ക് ശേഷം എനിക്ക് തോന്നുന്നു സിദ്ദിഖാണ് സംസാരിക്കുന്നു, ബഹുമാനപ്പെട്ട KPCCയുടെ ഉപാധ്യക്ഷനോ അങ്ങനെയുള്ള അദ്ദേഹം അക്കാര്യം പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. വിഴിഞ്ഞം പദ്ധതി മുടക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ സാർ? ഈ വിഴിഞ്ഞം പദ്ധതി മുടക്കാൻ നിന്നതായിട്ടുള്ള സ്ഥാപിത താല്പര്യക്കാരോടൊപ്പം ചേർന്ന് സമരം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സംസ്ഥാനത്തിന് അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സാർ. തിരുവനന്തപുരത്തിൻ്റെ മാത്രം വികസനമല്ല വിഴിഞ്ഞം എന്ന് പറയുന്നത്, ഈ കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് വിഴിഞ്ഞം ലക്ഷ്യമിടുന്നത്. ആ വിഴിഞ്ഞം പദ്ധതി മുടക്കുന്നതിന് വേണ്ടി മറ്റാരുടെയോ ഏജൻ്റായി പോയ കുറച്ച് ആളുകളോടൊപ്പം നിന്നുകൊണ്ട് ഈ പദ്ധതി നടത്താൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പം വിഴിഞ്ഞം പദ്ധതി ഞങ്ങളുടെ കൂടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത് മോശമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സംസ്ഥാനത്ത് സാർ AI ക്യാമറ വിവാദം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാർ. വിൻസെന്റിനെ പോലുള്ള ആളുകൾക്ക് കുറച്ച് വിഷമം ഉണ്ടാകും. ആ പദ്ധതി മുടക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തൊരു മാന്യന ഈ വിൻസെന്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ആളെ കൂട്ടാൻ ശ്രമിച്ച ആളാ വിൻസെന്റ്.
ഇവരുടെ എല്ലാം ഈ ആക്ഷേപങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വിൻസെന്റിന്റെ മുഖം വിഴിഞ്ഞം പദ്ധതിയുടെ കാലത്ത് കണ്ടത് നിങ്ങളാണ്. അവിടെ ഒരുപറ്റം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ടുള്ള നീക്കം നടത്തിയത്. അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും അവസാനിക്കുന്ന കാര്യമല്ല സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ സീറ്റിലിരിക്കൂ. എന്റെ സമയത്ത് ബഹളം കാണിക്കേണ്ട സമയം നഷ്ടപ്പെടുത്തരുത്. അത് പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ മതി. നടത്തിയ പ്രസംഗങ്ങൾ പത്രത്തിലുണ്ട്. വിൻസെന്റ് അക്കാലത്ത് നടത്തിയ പ്രസംഗങ്ങൾ പത്രത്തിലുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രസംഗം സംശയമുണ്ടെങ്കിൽ അന്നത്തെ കട്ടിങ്സ് പത്രവാർത്തകൾ ഞങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ ഈ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി മുടക്കാൻ വേണ്ടി നിന്നവരാ. അത് ഏതാണ്ട് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പരിശ്രമിച്ചു. അത് യാഥാർത്ഥ്യമാകുമെന്ന് വന്നപ്പോൾ ഒരു കാരണവശാലും യാഥാർത്ഥ്യമാകരുത് എന്നുള്ള നിലയിൽ അതിനെ മുടക്കാൻ വേണ്ടി നിന്ന ആളുകളെ ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ പത്രങ്ങളിൽ, ഇവിടെ നമ്മുടെ ആർക്കൈവ്സിലും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ സമയം ശ്രീ കടകംപള്ളി പോയിന്റ് ഓഫ് ഓർഡർ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പോയിന്റ് ഓഫ് ഓർഡർ. ഈ സഭയ്ക്കകത്തും പുറത്തും വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള UDF എന്നിരിക്കെ ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് സഭാരേഖകളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. യെസ്, സഭാരേഖകൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തുണ്ടാവും. പ്ലീസ് സാർ, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരില്ലാത്ത കേരളം എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സാർ. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ലൈഫ് പദ്ധതിക്കെതിരെ തിരിഞ്ഞ മാന്യന്മാരാണ് സാർ ഇവര്. ആ ലൈഫ് പദ്ധതിയെ തകർക്കാൻ വേണ്ടി നിന്ന ആളുകളാണ് സാർ ഇവര്. അതെ, പാവപ്പെട്ട ആളുകൾക്ക് ഒരു ചെറിയ കൂര വെച്ച് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച നടപടികൾക്കെതിരെ എന്തെല്ലാം നീക്കങ്ങളാണ് നിങ്ങൾ എന്തെല്ലാം നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? നാട്ടുകാർക്ക് അറിയില്ലേ? നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് സാർ. യാതൊരു തെളിവോ അടിസ്ഥാനമോ ഇല്ലാതെ അഴിമതിയുണ്ട്, CBI അന്വേഷിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തിയ നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അറിയാം സാർ. ഇപ്പോൾ തീരദേശ ഹൈവേക്കെതിരെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം സാർ. നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയപാത വികസനം, ഇതെല്ലാം ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമാണ്. സംസ്ഥാനത്തിന് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് കണ്ടുകൊണ്ട് നീങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. എന്റെ സമയം സാർ എന്താ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞു വടക്കഞ്ചേരിയിൽ ഇന്നലെ നടന്ന സംഭവം പോലെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങൾ പറഞ്ഞോളാം കേട്ടോ. റിയാസ് എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് വികസന സെമിനാറിൽ 2021 നിയമസഭയിൽ ഉന്നയിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചതിനെ ഒരു തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങൾ പറഞ്ഞു. റിയാസിന്റെ നിലയിൽ മറുപടി പറഞ്ഞു. അത് എനിക്കെതിരായിട്ട് മറുപടി പ്രചരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ വടക്കാഞ്ചേരി പോയി അവിടുത്തെ അടിത്തറ തെറ്റിങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ പാർട്ടിയാണ്.